എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം. നമ്മള് ഒരു വർഷമായിട്ട് അനുസ്യൂതം തുടർന്നു കൊണ്ടുപോകുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ 48 എപ്പിസോഡുകൾ നമ്മൾ കഴിഞ്ഞിരിക്കണം. ഒരു വർഷം. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്കിതൊന്നും നടക്കില്ല. കൃഷ്ണ അങ്ങനെ വിളിക്കാം. വൈശാഖത്തിലും വൈശാഖ മാസത്തിലും അതുപോലെ ഉത്തരായന കാലത്തും ഒക്കെ നമുക്ക് സുഗമമായി ഗീത പറയാൻ പറ്റിയെന്ന് ഭഗവാന്റെ എന്നത്തെയും പോലെ ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രങ്ങളും ഗണപതി ഭഗവാനെയും സ്തുതിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭഗവാൻ ഏത് സമയവും നമ്മുടെ കൂടെ ഉണ്ട്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഭഗവാൻ തന്നെയാണ് നമുക്കെല്ലാം. ഈ ഒരു ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ടായാൽ തന്നെ പകുതി രക്ഷപ്പെട്ടു എന്നാ പറയാ. എന്നാ ചോദിക്കും, ബുദ്ധിയും വിവരവും ഒക്കെ വേണ്ടേ ഭഗവാനെ അറിയാനൊന്നും വേണ്ട. ഭക്തി കളഞ്ഞ ഭക്തി മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ പിന്നാലെ തന്നെ വന്നോളുന്നാണ് ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയണം. നമ്മുടെ ഭഗവത്ഗീതയാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ 4-ാം അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസി യോഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് 4-ാമത്തെ ജ്ഞാനകർമ്മ സന്യാസി യോഗത്തിൽ 28 ശ്ലോകങ്ങളാണ് നമ്മൾ നിർത്തിയത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 29-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് നിർത്തിയത്? അതായത് യോഗ സാധനങ്ങൾ അനുഷ്ഠിച്ചിട്ട് യജ്ഞം ചെയ്യുന്നവരെ കുറിച്ചിട്ടാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ്? ദ്രവ്യം കൊണ്ട് ചിലര് യജ്ഞം ചെയ്യും, ചിലര് തപസ് കൊണ്ട് യജ്ഞം ചെയ്യും, ചിലര് യോഗ സാധന യോഗമായ അതായത് പ്രാണായാമം തുടങ്ങിയുള്ള യോഗസിദ്ധികളുള്ളവർ അങ്ങനെ യജ്ഞം ചെയ്യും. ചിലര് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് എന്നെ പോലെയുള്ള നിസ്സാര ജീവികൾ അവരൊക്കെ എങ്ങനെയാണ് ചെയ്യുക അല്ലെ? ഈ ഞാൻ ചെയ്യുന്ന ഇപ്പൊതൊരു യജ്ഞല്ലേ ഞാൻ ഈ ചെയ്യുന്നത്. ഗീത പഠിപ്പിക്കുക കുട്ടികളെ, പിന്നെ ആധ്യാത്മിക ക്ലാസ്സുകൾ അമ്മമാർക്ക് എടുക്കുക, ഓരോ സ്ഥലങ്ങളിൽ ഭക്തി പ്രഭാഷണങ്ങൾ നടത്തുക, ഗീത യൂട്യൂബിലൂടെ ഗീത പറയുക. ഇതൊക്കെ ഞാൻ എൻ്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ. അപ്പൊ എന്റെ സാധനം എങ്ങനെയാണ് അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാവാൻ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ 29-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ഇന്ന് തുടങ്ങാം. അർജുനനോട് ഭഗവാൻ പറയുന്നത് തന്നെയാണ് കേട്ടോ. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തദാ പരേ പ്രാണാപാനഗതിരുത്വാ പ്രാണായാമപരായണ. 29-ാമത്തെ ശ്ലോകത്തിൽ എന്താ അദ്ദേഹം പറയുന്നത്? അർജുന, പ്രാണായാമത്തിൽ താല്പര്യമുള്ള വേറെ ചിലർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യോഗസിദ്ധികൾ ഉള്ളവർക്കും യജ്ഞം ചെയ്യാം. ചിലർ ദ്രവ്യം കൊണ്ട് 28-ാമത്തിൽ നമ്മൾ എന്തെങ്കിലും സാധനം ദ്രവ്യം വെച്ചിട്ട്, അതായത് ഹോമത്തില് യജ്ഞം ചെയ്യുമ്പോ ദ്രവ്യമായ അരി, നെല്ല്, പുഷ്പം, ഇലകള്, അതുപോലെ നെയ്യ് തുടങ്ങിയത്, പാല്, അത് പഞ്ചഗവ്യം തുടങ്ങിയത് കൊണ്ട് യജ്ഞം ചെയ്യുന്നത് പോലെ തപസ് കൊണ്ട് ചിലവര് യജ്ഞം ചെയ്യും. ചിലര് യോഗ സാധന. ആ യോഗ സാധനങ്ങളാണ് 29-ാമതിൽ എന്താണെന്ന് കൂടുതൽ പറയാണ് കേട്ടോ. എന്താണ്? പ്രാണായാമം. അപ്പോ 29-ാമത്തില് ഭഗവാൻ പറയാണ് അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തദാ പരേ പ്രാണാപാനഗതി മുദ്ധ്വാ പ്രാണായാമപരായണ. പ്രാണായാമത്തിൽ താല്പര്യമുള്ള വേറെ ചിലർ അർജുന പ്രാണന്റെയും അപാനന്റെയും ഗതികളെ നിയന്ത്രിച്ച്, എന്താണ്, നമ്മുടെ ദേഹത്തിൽ നിന്ന് പോകുന്ന വായുക്കൾക്ക്, പ്രാണൻ അപാനൻ എന്ന് പറയുന്ന കുറെ പഞ്ചവായുക്കൾ നമ്മുടെ ദേഹത്തിൽ നിന്ന് പോകും. വായിൽ കൂടി മൂക്കിൽ കൂടി പോണ വായു അല്ല, ശ്വാസം എന്നൊക്കെ പറയില്ലേ നമ്മള്, അതൊക്കെ ഒരു വായു തന്നെയാണ്. അപ്പൊ ഭഗവാൻ പറയാണ്, യജ്ഞം ചെയ്യുന്ന പ്രാണായാമത്തിൽ താല്പര്യമുള്ള വേറെ ചിലർ പ്രാണന്റെയും അപാനന്റെയും ഗതികളെ നിയന്ത്രിച്ച്, അതായത് അയോഗി വൈദ്യന്മാർക്ക് അത് സാധിക്കുള്ളൂ കേട്ടോ. നമ്മളൊക്കെ പ്രാണായാമം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ശ്വാസഗതി നിയന്ത്രിച്ചുകൊണ്ട് ഈ യോഗയിൽ പറയുന്നതാണ് യോഗ. അപ്പൊ ഞാനൊക്കെ ശ്രീ രവിശങ്കർജിയുടെ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്കൊക്കെ അത് നന്നായിട്ട് അറിയാം. അതായത് നമ്മളെ ശ്വാസത്തെ നമ്മൾ നട്ടല് നിവർത്തി ഇരുന്നു കൊണ്ട് കൈകൾ ഇങ്ങനെ വെച്ച്
ഓം ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് ആ പ്രാണന്റെ ആ വായു, നമുക്ക് വരുന്ന വായുവിനെ കുറച്ച് പിടിച്ചു നിർത്തി പിന്നീട് അതിനെ അടുത്ത നമ്മളെ ഉച്ഛ്വാസ വായുവിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുക. അതാണ് ഈ പ്രാണായാമത്തിൽ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു 29ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം ദദാപരേ പ്രാണോപാനഗതി രുദ്വ പ്രാണായാമ പരായണ. അർജുന, പ്രാണായാമത്തിൽ താല്പര്യമുള്ള വേറെ ചിലർ എന്ത് ചെയ്യുമെന്നറിയോ? പ്രാണന്റെയും അപാനന്റെയും ഗതികളെ നിയന്ത്രിച്ചിട്ട് അപാനനിൽ പ്രാണനെയും പ്രാണനിൽ അപാനനെയും ഹോമിക്കും. ഈ വായുകളുടെ പോക്കാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ ഓരോ വായുവിന്റെ ഒരു ഗതിസഞ്ചാരമാണ്. അപ്പൊ അപാനൻ എന്ന് പറയുന്ന ഒരു വായുവിനെ ഈ പ്രാണനിൽ ലയിപ്പിക്കും. പിന്നെ അപാനനിൽ പ്രാണനെയും ലയിപ്പിച്ചുകൊണ്ട് അവർക്ക് യജ്ഞം ചെയ്യാൻ സാധിക്കും അർജുന എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കാണ് 29ാമത്തെ ശ്ലോകത്തിൽ. 30ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും അർജുനനോട് പറയാണ്, അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപീതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷാ. എന്താ പറയുന്നത് അദ്ദേഹം 30ാമത്തെ ശ്ലോകത്തില്? മറ്റു ചിലരാണെങ്കിൽ എന്താ ചെയ്യാറിയോ അർജുന? മറ്റു ചിലർ ഭക്ഷണ കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ പാലിക്കും, മിതത്വം പാലിക്കും. ഭക്ഷണത്തിൽ നമ്മളെപ്പോഴും പറയും ജീവിക്കാനായിട്ട് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കാനായിട്ട് ജീവിക്കരുത് പറയും. ചിലവരങ്ങനെയാണല്ലോ അല്ലെ? ജീവൻ നിലനിർത്താൻ യോഗിവരികളും ഈ സന്യാസി വര്യന്മാരും അവരൊക്കെ അങ്ങനെ, യജ്ഞാചാര്യന്മാരൊക്കെ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ട ഭക്ഷണമേ കഴിക്കുള്ളൂ. അപ്പോ ചിലരങ്ങനെയല്ല, ഭക്ഷണം കഴിക്കാനായിട്ട് ജീവിക്കുന്നവരും ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, അപരേ നിയതാഹാരാഹ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷാഹ എന്ന് പറയുന്നു. എന്താണ്? മറ്റു ചിലർ ഭക്ഷണ കാര്യങ്ങളിൽ മിതത്വം, നിയന്ത്രണങ്ങൾ പാലിച്ചിട്ട് പ്രാണനിൽ മറ്റു പ്രാണചലനങ്ങളെ ഹോമിക്കും. അതായത് ഭക്ഷണം വളരെ കുറയ്ക്കും, എന്നിട്ട് പ്രാണനിൽ മാത്രം ആ ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണം മാത്രം കഴിച്ചിട്ട് ആ പ്രാണനെയും അപാനനെയും നിയന്ത്രിച്ചിട്ട് ആ ശ്വാസഗതിയെ നിയന്ത്രിച്ചു കൊണ്ട് അവര് ഹോമിക്കും. യജ്ഞത്തിൽ പറഞ്ഞു കൊടുക്കാണ്. സർവേപ്യേത യജ്ഞവിദോ, ഇതെല്ലാം ഇവരെല്ലാം യജ്ഞത്തെ യജ്ഞശപിത കൽമഷ, എന്താണ്? യജ്ഞത്തെ അറിയുന്നവരും യജ്ഞത്താൽ പാപത്തെ നശിപ്പിക്കുന്നവരുമാണ്. അപ്പൊ അങ്ങനെയും നമുക്ക് യജ്ഞം ചെയ്യാം അർജുന. നിനക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പൊ യജ്ഞത്തെ, സ്നാനത്തിന്റെ കർമ്മ, ജ്ഞാനമാകുന്ന യജ്ഞത്തെ പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ. ജ്ഞാന കർമ്മ സന്യാസി യോഗം എന്നാണ് നമ്മുടെ 4ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപീതേ യജ്ഞവിഭോ യജ്ഞക്ഷപിത കൽമഷാഹ. പ്രാണനിൽ, അതായത് അവയവനവന്റെ ഭക്ഷണത്തെ നിയന്ത്രിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ പാലിച്ച് പ്രാണനിൽ മറ്റു പ്രാണാചലനങ്ങളെ ഹോമിക്കണം. ഇവരെല്ലാം യജ്ഞത്തെ അറിയുന്നവരും യജ്ഞത്താൽ പാപത്തെ, അങ്ങനെ അവരുടെ പാപം നശിച്ചു പോകും. അപ്പൊ ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിത സ്റ്റൈല്, ജീവിതചര്യകള്, ജീവിത സൈക്കിളിനെ മാറ്റിമറിക്കാം അർജുന എന്ന് പറയാണ്. അപ്പൊ ഞാനിപ്പോ 1.5 വർഷത്തോളമായിട്ട് എന്റെ ജീവിതചര്യയിലല്ല മൊത്തം മാറ്റിമറിച്ചു അല്ലേ. എന്താ കാരണം? നമ്മുടെ ഈ ജീവിതം തന്നെ എന്താക്കി മാറ്റി? ഭഗവത് കഥകൾ പറഞ്ഞു കൊടുക്കാനും ഭഗവത് സ്മരണ നിലനിർത്താൻ, ഭഗവത് പാട്ട്, അതായത് ഗാനങ്ങൾ പാടാനും അല്ലെ. എന്തൊരു സന്തോഷം അറിയോ നമ്മുടെ മനസ്സിന് ഉണ്ടാവുക. ഇതിൽ നിന്നെല്ലാം എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് എന്താ? മനസ്സമാധാനം. എന്താ കാരണം? ഏറ്റവും വലിയ ജീവിതത്തിൽ വേണ്ടത് സ്വത്ത് മുതല് ഒന്നുമല്ല, മനസ്സമാധാനാണ്. സത്യമല്ലേ ഞാൻ പറയുന്നത്? ജീവിതത്തിൽ എത്ര സ്വത്ത് സമ്പാദിച്ചവർക്ക് മനസ്സമാധാനം ഉണ്ടോ? നിങ്ങൾക്ക് തന്നെ ചുറ്റുപാട് ചിന്തിച്ച് നോക്കാൻ നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഭഗവാന് ഏറ്റവും ഇഷ്ടം, അദ്ദേഹം എപ്പോഴും ഈ ഗീതയിൽ പറയുന്നത് എന്താണ്? എന്റെ നാമം സ്മരിക്കുക, എന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക അല്ലെ. മറ്റുള്ളവരിലേക്ക് ഗീത പറഞ്ഞു കൊടുക്കുന്നവരെല്ലാവരും എന്റെ ഭക്തരാണ് അർജുന. ഞാൻ അവരിൽ എപ്പോഴും ശ്രദ്ധാലുവാകും. അതിൽ പല അനുഗ്രഹം നമുക്ക് വേറെ എന്താ വേണ്ടേ? അപ്പോ ഇനിയിപ്പോ നമുക്ക് എന്താണ്? വേനൽക്കാലങ്ങളൊക്കെ കഴിഞ്ഞു, മഴക്കാലം തുടങ്ങി. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പുറത്ത് നല്ല മഴ പെയ്യാണ്. സാധാരണ ഈ മുൻ വർഷങ്ങളിലെല്ലാം ജൂൺ 1-നുള്ള മഴ നമ്മൾ കാണാനേ ഇല്ല.
പണ്ടൊക്കെ എങ്ങനെയാണ്, ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾ മഴയത്ത് പോകുന്ന ഒരു കാഴ്ച ഒരു 10 വർഷത്തോളമായിട്ട്, ഒരു 5-8 കൊല്ലത്തായിട്ട് നമ്മൾ കാണാറില്ല. എന്താ കാരണം? ജൂൺ 10 ശേഷം 15-15നൊക്കെയാണ് മഴ പെയ്യുക. പക്ഷെ ഇപ്രാവശ്യം ഏറ്റവും നേരത്തെ തന്നെ നമ്മുടെ മഴ എത്തി, മൺസൂൺ എത്തി. അപ്പോ ഈ മകരമാസം മുതൽ തുടങ്ങുന്ന മിഥുനം വരെ ഉള്ള കാലം, മകരമാസം തൊട്ട് മിഥുനം വരെയുള്ള കാലമാണ് ഉത്തരായന കാലം. അപ്പൊ ഈ ഉത്തരായന കാലത്താണ് നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള പൂരം, വേല ഇതൊക്കെ നടക്കുക. എന്തുകൊണ്ടാണ് ഈ ഉത്തരായന കാലത്തിന് ഇത്ര പ്രാധാന്യം എന്നുള്ളതാണ് നമ്മൾ ഉത്തരായന കാലവും ദക്ഷിണായന കാലവുമായിട്ട് 2 കാലമായിട്ട് ഒരു വർഷത്തെ തിരിച്ചിട്ടുണ്ട്. പലതവണ റീൽസുകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ അതിന്റെ വ്യത്യാസം പറഞ്ഞു തരാം കേട്ടോ. കുറേ പേർക്ക് സംശയമാണ്. പിന്നെ കുറേ അധികം അമ്മമാരെ 2-3 ഫംഗ്ഷനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിരുപ്പോ അവരെന്നെ കാണാനായിട്ട് ഓടിപ്പിടിഞ്ഞ് വന്ന് എൻ്റെ കൈ പിടിച്ചപ്പോഴുള്ള സന്തോഷം, ഭഗവാനെ കൃഷ്ണ, ഇതിനൊക്കെ ഉള്ള ഒരു അനുഗ്രഹം ഭഗവാൻ തന്നൂലോ എന്നുള്ളതാണ്. ഹൈദരാബാദിൽ നിന്ന് വന്ന ഒരമ്മ ഓടി വന്ന് എന്നെ കൈ പിടിച്ച്, അവരുടെ ഒരു കസിന്റെ കല്യാണത്തിന് ഞാനും പങ്കെടുത്തിരുന്നു. അപ്പൊ അവരിതെല്ലാം കണ്ടിട്ട് അവര് പറയും, നിങ്ങളെ എനിക്കൊന്ന് കാണാൻ വലിയ ആഗ്രഹം, ഇതൊക്കെ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതേപോലെ തന്നെ ഇന്നലെ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. ആ റിസപ്ഷന് പോയപ്പോഴും വേറെ തരത്തിൽ നിന്ന് ഓടി വന്ന് പറഞ്ഞു, നിങ്ങൾ ആ യൂട്യൂബിൽ പറയുന്ന അമ്മയല്ലേ, നിങ്ങൾ റീൽസ് പറയുന്ന മാഡം അല്ലേ എന്നൊക്കെ ചോദിച്ചു വന്നു. അവർ പരിചയപ്പെടുമ്പോൾ എന്തൊരു ഭാഗ്യം ഭഗവാനെ, ഈ ജന്മം പുണ്യമായില്ലേ. അറിയാത്ത കുറെ ആൾക്കാർ വന്ന് നമ്മളെ കാണുക, പരിചയപ്പെടുക, അതൊക്കെ ഈശ്വരാനുഗ്രഹം അല്ലാണ്ട് എന്താ പറയാ. അപ്പൊ അവരുടെയൊക്കെ അനുഗ്രഹം ഞാൻ എപ്പോഴും ചോദിച്ചു അവരോട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇത് മുടക്കം കൂടാതെ ചെല്ലാനായിട്ട് നിങ്ങളുടെയും കൂടി പ്രാർത്ഥന എനിക്ക് വേണം. എന്താ കാരണം? നമ്മളെപ്പോഴും പ്രാർത്ഥനാശീലത്തില് നിങ്ങൾ അതൊന്ന് മാറ്റി നോക്കൂ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അപരനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അതിന് അവർക്ക് വേഗം ഫലം കിട്ടും ചെയ്യും. ഭഗവാൻ നമ്മിൽ ആവുകയും ചെയ്യും. ഭയങ്കര വിശേഷ. അതും പറഞ്ഞു തരാട്ടോ പിന്നെ. അപ്പൊ അങ്ങനെ 30ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം പാലിച്ചിട്ട് പ്രാണനിൽ ചില പ്രാണചലനങ്ങളെ ഹോമിച്ച് ഇവരെല്ലാം യജ്ഞത്തെ അറിയുന്നവരും യജ്ഞത്താൽ അങ്ങനെ അവരുടെ പാപം നശിക്കും ചെയ്യൂ അർജുന. അപ്പൊ 31ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് വീണ്ടും പറഞ്ഞു, യജ്ഞശിഷ്ടാമൃതാഭുജോ യാന്തി ബ്രഹ്മ സനാതനം ന്യായം ലോകേസ്ത്യയജ്ഞസ്യ കുതോന്യകുരു സത്തമാ. എന്താ പറഞ്ഞത്? 31ാമത്തെ യജ്ഞശിഷ്ടമായ, അങ്ങനെ യജ്ഞമൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന ബലം, അതാണ് അമൃതം. ആ യജ്ഞശിഷ്ടമായ അമൃതം ഭുജിക്കുന്നവർ, അങ്ങനെ അവർക്ക് യജ്ഞം കിട്ടുമല്ലോ, അമൃതം കിട്ടുമല്ലോ, ആ ശാശ്വതമായ ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു. അവർക്ക് എന്താണ് അവർക്ക് അവസാനം കിട്ടുന്നത്? അവര് ബ്രഹ്മത്തെ പ്രാപിക്കും. അല്ലയോ അർജുന, യാന്തി ബ്രഹ്മസനാതനം നയം ലോകേസ്ത യജ്ഞസ്യ കുതോന്യ കുരുസത്തമ. അവിടെ കുരുസത്തമ എന്ന് പറയുന്നത് കുരുക്ഷേത്രത്തിന്റെ ഉത്തമനായ പുരുഷ, അതാണ് അർജുനൻ. അപ്പൊ എന്താ ചെയ്യുക? അല്ലയോ അർജുന, യജ്ഞം ചെയ്യാത്തവന്, അതായത് എന്താണ് അദ്ദേഹം ഈ യജ്ഞം എന്ന് പറയുന്നത്? നമ്മുടെ കർമ്മം എന്താണോ അതിൽ നിന്ന് വ്യതിചലിക്കാതെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഗീതയിലെ യജ്ഞമാണ്. നിങ്ങൾക്ക് തോന്നും എന്താ യജ്ഞം ഹോമമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. അതായത് നമ്മുടെ കർമ്മത്തിൽ നിന്ന് നമുക്ക് എന്ത് കർമ്മമാണോ, ജനിച്ചു പോയാൽ ഭൂമിയിൽ ജനിച്ച് മനുഷ്യ ജന്മം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കർമ്മങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ കർമ്മങ്ങൾ നമ്മൾ വളരെ കാര്യമായി ചെയ്യുന്നുണ്ടോ? ചിലരൊക്കെ കുടുംബം നോക്കാതെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഭക്തി എന്ന് പറഞ്ഞ ഓടുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അവർ ആദ്യം കുടുംബം നന്നാക്കണം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, അങ്ങനെയാണ് പേര് വന്നത്. അതായത് കൂടുമ്പോൾ കലഹമല്ല വരേണ്ടത്. എല്ലാവരും കൂടുമ്പോൾ ഒരു ഇമ്പം വേണം. ആ ഇമ്പം ആ കുടുംബത്തിന് ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് കുട്ടികളിലും അമ്മമാരിലും അവിടെ താമസിക്കുന്ന അംഗങ്ങളിൽ ഭക്തി ഉണ്ടാവണം. ആ ഭക്തിയിൽ കൊണ്ട് ആചരണങ്ങൾ ചെയ്യണം. സന്ധ്യാസമയത്ത് നാമജപങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചെല്ലണം. വിശേഷപ്പെട്ട ദിവസങ്ങളിലോ അല്ലാതെയോ ദിവസവും അമ്പല ദർശനം നടത്തണം. ഇതൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബത്തിനൊരു ഇമ്പം വരും. ഇന്ന് കുടുംബത്തിൽ അതില്ല, ഇമ്പമില്ല. കാരണം എന്താ? ഈ വക യജ്ഞങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല. ഇനി മുതലെങ്കിലും നിങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ 31ാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് ഭഗവാൻ പറഞ്ഞു, യജ്ഞശിഷ്ടമായ അമൃതം ഭുജിക്കുന്നവർക്ക് എന്താണ് നമ്മൾ ചെയ്യുന്ന ഈ കർമ്മത്തിൽ ഭഗവാൻ തരുന്ന ഫലം? അത് നന്മ. ആ നന്മ ഭുജിക്കുന്നവർക്ക് ശാശ്വതമായ ബ്രഹ്മപദത്തെ പ്രാപിക്കാൻ സാധിക്കുമല്ലയോ അർജുന. യജ്ഞം ചെയ്യാത്തവൻ, അതായത് നിന്നെ പോലെ ഇപ്പോ വിഷമിച്ച് ഈ യുദ്ധക്കളത്തിൽ ഇരിക്കുന്നില്ല, നിന്റെ യജ്ഞം, നിന്റെ കർമ്മം നീ ചെയ്യാത്തത് കൊണ്ട് കർമ്മങ്ങൾ യജ്ഞം ഭാവനയോടെ അനുഷ്ഠിക്കാത്തവന് ഈ ലോകം തന്നെ ഇല്ല. പിന്നെ പരലോകത്തിന്റെ കാര്യം പറയണോ അർജുനാന്ന്?
ഈ ലോകത്ത് തന്നെ അവന് സ്ഥാനമില്ല. പിന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മപദാണോ വിഷ്ണുപദാണോ വൈകുണ്ഠാണോ അല്ലെങ്കിൽ എന്താ പറയാ കൈലാസാണോ കിട്ടാന്നുള്ളത് യജ്ഞം ചെയ്യാത്തവന് ഈ ലോകത്ത് തന്നെ സ്ഥാനമില്ല. പിന്നെയാണ് ഇപ്പൊ അവന് അടുത്ത പരലോകത്തിന്റെ കാര്യം പറയണോ എന്ന 31-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ അർജുനനോട് പറഞ്ഞു. 32-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ വീണ്ടും പറഞ്ഞു, ഏവം ബഹുവിധാ യജ്ഞാ വിതതാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധിതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. പിന്നെന്താ അദ്ദേഹം പറഞ്ഞത്? ഇങ്ങനെ ബഹുവിധത്തിൽ, അതാണ് ഏവം ബഹുവിധ യജ്ഞ, ഇങ്ങനെ ബഹുവിധത്തിൽ പലവിധ യജ്ഞങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു അർജുന. 4 വേദങ്ങൾ അല്ലേ? യജുർവേദം, സാമവേദം, അഥർവവേദം അല്ലെ? അങ്ങനെ നമ്മൾ 4 വേദങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോ ഇങ്ങനെയുള്ള പണ്ട് മുതലേ വേദത്തിൽ പറഞ്ഞ ആ 4 വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണിത്. അതുകൊണ്ട് കർമ്മജാൻ വിധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ, അവയെല്ലാം കർമ്മത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് അറിയുക. ഇപ്രകാരം അറിഞ്ഞിട്ട് നീ മുക്തനാവുക അർജുന. എന്താ അദ്ദേഹം പറയുന്നതിന്റെ ഇന്റേണൽ മീനിങ്? നീ ഇവിടെ നിന്ന് എണീച്ച് നിന്റെ കർമ്മമായ യുദ്ധമായ യജ്ഞത്തിൽ ഏർപ്പെട്. അതാണ് അവന്റെ ഉള്ളിലുള്ള സാരാംശം. ഏവം ബഹുവിധ യജ്ഞാ വിതതാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധിതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ പലവിധ യജ്ഞങ്ങൾ ഉണ്ട്, ഇതിൽ നിനക്ക് ഏത് വേണമെങ്കിൽ സ്വീകരിക്കാം. അപ്പൊ അതുകൊണ്ട് നീ ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ നിനക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു തരികയാണ്, എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്, വിവരിക്കുകയാണ്. അതുകൊണ്ട് നീ അത് ചെയ്തോ. 33-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും പറഞ്ഞു, ശ്രേയാൻ ദ്രവ്യമയജ്ഞാനയജ്ഞ പരം തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. എന്താ പറഞ്ഞത്? ശ്രേയാൻ ദ്രവ്യമയ, അല്ലയോ പാർത്ഥ അർജുന, ദ്രവ്യങ്ങളെ കൊണ്ടുള്ള യജ്ഞത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ യജ്ഞത്തിലേക്ക് ഓരോന്ന് ചെയ്യൂലോ, നമ്മുടെ പ്രവർത്തികൾ. അതായത് വേഗം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ ചിലര് ദേവന്മാരെ പ്രീതിപ്പെടുത്താനായിട്ട് ദേവന്മാർക്ക് വേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു മുൻപുള്ള ശ്ലോകങ്ങളില്. അപ്പൊ പറയാണ്, ദ്രവ്യങ്ങളെ കൊണ്ടുള്ള യജ്ഞത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം. എന്താണ് ജ്ഞാനം? പറഞ്ഞ അറിവ്. അറിവ് കൊണ്ടുള്ള യജ്ഞം ചെയ്യുന്നത്. എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ പര്യവസിക്കുന്നു. നീ ചെയ്യുന്ന കർമ്മമായാൽ ഏത് കർമ്മമായാലും, ഞാൻ ചെയ്യുന്ന ഒരു കർമ്മം നോക്കൂ, ഞാൻ ചെയ്യുന്ന ഈ കർമ്മം എന്താ? ഗീത പഠിപ്പിക്കുക അല്ലെ? ഗീത എന്താ പറയാ, യൂട്യൂബിലൂടെ ഗീത പഠിപ്പിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞ് ശ്ലോകങ്ങളായിട്ട് അതിന്റെ എക്സ്പ്ലെയിൻ പറഞ്ഞു കൊടുക്കുക, അതിന്റെ കുറച്ച് സാരാംശം പറഞ്ഞു കൊടുക്കുക. ഇത് ഞാൻ ചെയ്യുന്ന ഒരു യജ്ഞമാണ്. ഈ യജ്ഞം അദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ എനിക്ക് കുറച്ച് ജ്ഞാനം കൂടുതലേ ചെയ്യുള്ളൂ. ഇപ്പൊ നമുക്ക് നോക്കൂ, എന്തറിവാണ് നമുക്കുള്ളത്. ഇനിയും ഞാൻ പറയും, എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പറയും, എനിക്ക് ഒന്നും അറിയില്ല, ഇപ്പോഴും എനിക്ക് അറിയില്ല ഭഗവാനെ, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭഗവാന്റെ ഇനി എന്തൊക്കെ കാര്യങ്ങള് സമുദ്രം പോലെ വ്യാപിച്ചു കിടക്കുന്ന അതിനുള്ളിലേക്ക് ഞാനൊന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്തെല്ലാം പഠിക്കാൻ ഞാൻ കിടക്കുന്നു ഭഗവാനെ. അതിലൊരു ഭാഗം, ഒരു തരി ആയി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് കിട്ടുന്ന, ഞാൻ ചെയ്യുന്ന ഈ യജ്ഞത്തിൽ എനിക്ക് എന്താ കിട്ടുക? അദ്ദേഹം പറയുന്ന 33-ാം ശ്ലോകത്തിന്റെ അർത്ഥം, ജ്ഞാനത്തിൽ പര്യവസിക്കുന്നു, അറിവ് നേടിക്കൊണ്ടേയിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയാ വിദ്യാധനം മഹാധനം എന്ന് പറയാ. വിദ്യാധനം സർവധനാൽ പ്രധാനം. ഏതു ധനത്തേക്കാൾ കൂടുതൽ വിദ്യയാണ്. അത് പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അറിവ് കൂടുകയുള്ളൂ നമുക്ക്. അതൊരു വലിയ ധന. ഇത്രയെങ്കിലും കുറച്ചൊരു വിദ്യ ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റണേ. മറ്റുള്ളവർക്ക് ഇതൊരു ബോറടിക്കാതെ സന്തോഷമാണ് ഇത് കേൾക്കാന്ന് പറയുമ്പോൾ തന്നെ അത്രയും ലളിതമായ രീതിയിൽ പറഞ്ഞു തരാൻ പറ്റുന്നത് വിദ്യ കുറച്ചെങ്കിലും എനിക്കുള്ളത് കൊണ്ടല്ലേ. ആ വിദ്യ കൊണ്ടല്ലേ എനിക്കിത് പറഞ്ഞു തരാൻ പറ്റിയത്. ഇപ്പൊ വീണ്ടും ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അവസാനം, ഈ യജ്ഞത്തിന്റെ അവസാനം എനിക്ക് ജ്ഞാനമാണ് ഉണ്ടാവുക, പരിഹസിക്കുക. അതിന്റെ അവസാനം പരിഹാരം കിട്ടും. അതാണ് 33-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 34-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദ്വേക്ഷ്വന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്ത്വത്വദർശിനഃ. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന യജ്ഞത്തിന് കിട്ടുക ജ്ഞാനമാണ്, അറിവാണ്. ഈ ജ്ഞാനം ഗുരുക്കന്മാരെ സാഷ്ടാംഗം നമസ്കരിച്ചും. നമുക്ക് കിട്ടുന്ന അറിവുകള് ഗുരുത്വത്തോടുകൂടി വേണം നമ്മളത് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് അറിവുണ്ട്, ഞാൻ അഹങ്കാരിയായി നടന്നാൽ ഭഗവാൻ കാണും,
നിന്റെ അഹങ്കാരമൊക്കെ ഞാനിപ്പോ ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചു തരാം എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ഓരോ നിമിഷവും നമ്മളെ ഇതിലേക്ക് പ്രാപ്തരാക്കിയ ചെറുപ്പം തൊട്ട് 3 വയസ്സ് മുതൽ വിദ്യ തന്ന ഗുരുക്കന്മാരെ നമ്മൾ എപ്പോഴും ഓർത്ത് ബഹുമാനിച്ച് സ്മരിച്ചുകൊണ്ട് ആ ഗുരുത്വം നേടണം. തദുദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദ്വേഷ്വന്തി തേ ജ്ഞാനം ജ്ഞാനി നസ്ത്വദർശിന എന്ന് പറയുന്ന ഈ ജ്ഞാനം ഗുരുക്കന്മാരെ സാഷ്ടാംഗം നമസ്കരിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും, നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദ്യങ്ങൾ ചോദിച്ചും പിന്നെ അവർക്ക് ശുശ്രൂഷ കൊണ്ടും. എന്താ ശുശ്രൂഷ? പണ്ടുള്ള കാലത്തൊക്കെ ഈ നമ്മള് ഗുരുവിന്റെ ആശ്രമത്തിൽ പോയിട്ടല്ലേ പഠിക്കുക. അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഗുരുപത്നിക്കും ഗുരുവിനും വേണ്ട കാര്യങ്ങളൊക്കെ പണ്ട് ചെയ്തു കൊടുത്തു. ഇപ്പോഴും ഗുരുവായിരിക്കുന്ന, ഇപ്പൊ ഞാനൊരു ഗുരുവായിട്ട് ഭഗവാൻ അല്ലേ, അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന എത്രയോ കുട്ടികൾ, എത്രയോ സജ്ജനങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന അവരുടെ ഗുരുത്വം ഞാൻ കണ്ടു വളരാണ്. എല്ലാവർക്കും ഗുരുത്വം ഉണ്ടായിക്കോളണമെന്നില്ല. ആ ഗുരുത്വം ഉള്ളത് കൊണ്ട് അവർക്ക് കിട്ടുന്ന നന്മകൾ ഞാൻ ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ടേയിരിക്കണം. കാരണം എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മകളുടെ കല്യാണത്തിന്റെ വിശേഷമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നിങ്ങളോട് ഒരു ഫംഗ്ഷന് പോയി. അപ്പോ ഞാൻ ഇതിന്റെ ഇടയിൽ കുറേ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നാമപുസ്തകങ്ങൾ പറഞ്ഞ് ഈ നാമം ചൊല്ലിക്കോളൂ, അതുകൂടാതെ തന്നെ കല്യാണങ്ങൾ നടത്താൻ എന്നിൽ കൊണ്ട് പറ്റുന്ന പോലെ ഞാന് അപ്പൊ ആ കുട്ടിയുടെ മകൾക്കൊരു കല്യാണം എൻ്റെ കൈകൊണ്ട് ഭഗവാൻ സാധിച്ചു തന്നു. ആ ഒരു നന്ദി, ആ ഗുരുത്വം ആ പെൺകുട്ടി എപ്പോഴും എന്നോട് ആ കുട്ടിയുടെ അമ്മ പറയും, ടീച്ചറെ ഞാൻ ഈ ക്ലാസ്സിന് വന്നില്ലായിരുന്നുവെങ്കിൽ എന്നെ ടീച്ചർക്കും അറിയില്ല, എനിക്ക് ടീച്ചറെ അറിയാൻ പറ്റില്ല. ഈ ക്ലാസ്സിൽ ഞാൻ എന്ന് വന്നോ, എന്നും ടീച്ചറുടെ ഈ അറിവുകൾ എനിക്ക് കിട്ടിയോ. അങ്ങനെയാണ് ആ കുട്ടിയെ എനിക്ക് പരിചയപ്പെടാൻ, ആ കുട്ടിയുടെ മകൾക്ക് ഒരു കല്യാണം നടന്നു. നോക്കൂ എത്രമാത്രം നന്മകൾ നമ്മളിലൂടെ ഭഗവാൻ. ഞാനപ്പൊ പറയും ഇതൊന്നും നമ്മുടെ കഴിവല്ല, ഞാനൊരു നിമിത്തം മാത്രമാണ്. ആ ഒരു തലക്കുറി വേറൊരാൾക്ക് കൈമാറി, ആ കുട്ടിയുടെ യോഗം. പക്ഷെ എന്നാലും ഭഗവാൻ ആ ഒരു അനുഗ്രഹം തന്നതുകൊണ്ടും ആ കുട്ടിയുടെ ഗുരുത്വം ഉള്ളത് കൊണ്ടും ആ കല്യാണം, ഞാൻ എന്താ അറിയോ ഇത്രയും അനുഭവത്തിലൂടെ പറയുന്നത്, പെട്ടെന്നായിരുന്നു നമ്മുടെ മൺസൂൺ വന്നത്. ആ മഴ ഏപ്രിൽ 24, 25 ദിവസങ്ങളിലൊക്കെ മഴ ഉണ്ടാവുന്ന മെയ്യിൽ ഉണ്ടാവും നമ്മൾ വിചാരിക്കോ. ആ കല്യാണം ഗംഭീരമായിട്ട് നടന്നു. ആ ഗുരുത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിലെ ഏറ്റവും എക്സാമ്പിൾ എൻ്റെ മകന്റെ കല്യാണം കൂടി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഭഗവാൻ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ അതൊക്കെയാണ്. തുലാമാസത്തിലായിരുന്നു എൻ്റെ മകന്റെ കല്യാണം. തുലാമാസത്തിൽ നമുക്കറിയാലോ, തുലാവർഷം ഇടിയും മഴയോടുകൂടി വരും. പക്ഷേ ആ റിസപ്ഷന് വരെ ആ മഴ ഒഴിച്ചു നിർത്തിയ ഭഗവാനോട് നന്ദി എത്ര പറഞ്ഞാലും എനിക്ക് തീരില്ല. അത്രയും അനുഭവങ്ങൾ എൻ്റെ ലൈഫിലൂടെ ഭഗവാൻ തന്നതുകൊണ്ടാണ് ഇത്രയും ശക്തമായി നിങ്ങളോട് പറയാൻ പറ്റണേ. ഇന്നലെ ആ കുട്ടിക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടായി. നോക്കൂ, ആ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോ ഞാൻ 35-ാമത്തെ ശ്ലോകത്തോടു കൂടി ഇന്നത്തെ നിർത്തുകയാണ്. നമുക്കപ്പോ ഭഗവാൻ 34-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അർജുന ജ്ഞാനം ഉണ്ടായത് കൊണ്ട് അഹങ്കരിക്കരുത്. അത്വദിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. അപ്പോ ഈ ജ്ഞാനം ആര് തന്നു? ഗുരുക്കന്മാര് തന്നു. അപ്പൊ അവരെ സാഷ്ടാംഗം നമസ്കരിക്കണം, അവർക്ക് ശുശ്രൂഷ ചെയ്യണം, അവരെ പ്രസാദിപ്പിക്കണം. ഇതെല്ലാം നിനക്ക് അറിയേണ്ടതാണ്. തത്വത്തെ പ്രത്യക്ഷമായി സാക്ഷാത്കരിച്ചറിഞ്ഞ ഗുരു. അപ്പൊ ഗുരു നിങ്ങൾക്ക് തരുന്ന ജ്ഞാനം അത് വളരെ ഗുരുഭക്തിയോട് നിങ്ങൾ സ്വീകരിക്കുമ്പോ നിങ്ങൾക്ക് നേട്ടങ്ങളെ ഉണ്ടാവൂ. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ഗുരുവിനോടും ഗുരുഭക്തി നിറഞ്ഞ ആ ജീവിതം പിന്തുടരുന്നു. ഞാൻ പഠിക്കുന്ന കുട്ടികൾ പഠിപ്പിക്കുന്ന ഗുരുത്വത്തോടുകൂടി അവര് ഞാൻ പറയുന്നത് എന്തോ അത് ചെയ്യുന്നു. അപ്പൊ അവർക്ക് ഗുരുത്വം കാണുന്നത് ഞാൻ ഇതൊക്കെ കാണാണ്. എൻ്റെ ലൈഫിൽ ഞാൻ കാണാണ്. ഗുരുത്വമില്ലാത്തവരെയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അത് ചെയ്തത് ഗുരുത്വമില്ലാത്തവര് കാണിക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഭഗവാനിലെല്ലാം അറിയാം. നമ്മൾ ജനിച്ചത് വീഴുമ്പോ തന്നെ തലയിൽ ഒരു വര വരച്ചിട്ട് ഇന്ന ചെയ്തേ നമ്മുടെ ജീവിതം പോവുള്ളൂ. അതിന്റെ ഇടയിൽ ഭഗവത് ഭക്തി ഉണ്ടാവാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അനുഗ്രഹം. ആ ഭക്തി എനിക്കും നിങ്ങൾക്കും അതൊന്ന് പറഞ്ഞു തരാൻ പറ്റട്ടെ ഭഗവാന്. അപ്പൊ 35-ാമത്തെ ശ്ലോകത്തോടെ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. ഭഗവാൻ പറഞ്ഞു 35-ാമത്തേല് യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേന ദ്രക്ഷ്യസാത്മന്യതോ മയി. അദ്ദേഹം എന്താ പറയുന്നത് 35-ാമത്തെ ശ്ലോകത്തിലെ, അർജുന ഈ ജ്ഞാനം നീ അറിഞ്ഞാൽ, ഈ പറഞ്ഞു തരുന്ന ജ്ഞാനം നീ ശരിക്കും അറിഞ്ഞാൽ ഒരിക്കലും ഞാൻ എന്റേത് എന്ന ഒരു സംഭവിച്ചിട്ടുള്ള മോഹം നിനക്ക് ഉണ്ടാവില്ല. ഞാൻ ഈ ചെയ്യുന്ന കർമ്മം മുഴുവൻ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ഇപ്പൊ ഞാൻ ചെയ്യുന്നു
ഇതെല്ലാം ഞാനാണ് എന്നുള്ള ഭാവം നമുക്ക് വരില്ല. ഇതൊക്കെ ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ബോധം നിനക്ക് വരും. അതാണ് അദ്ദേഹം 35-ാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് പറയുന്നത്. പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ ഏന പൂജ്യാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യതോമയി. എന്താണ് ഇതുമൂലം? പ്രപഞ്ച ഘടകങ്ങൾ എല്ലാം നീ സ്വന്തം ആത്മാവിലും പിന്നീട് എന്നിലും ദർശിക്കും. ശരിയല്ലേ? ഞാൻ ഈ ഭഗവാൻ കൃഷ്ണൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിത് മുടക്കം കൂടാതെ നടക്കുന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ ഭഗവാൻ നേരിട്ടിട്ട് ഭഗവാൻ അർജുനന്റെ അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മളൊക്കെ ഭഗവത് സ്മരണ ആ ഒരു കഥയിൽ കേട്ട് നമ്മൾ ഭക്തി കൊണ്ട് ഭഗവാനെ പിന്തുടരുന്നു. അർജുനന് നേരിട്ട് ചെയ്യാൻ പറ്റിയ ഭഗവാന്റെ. അപ്പൊ അതുകൊണ്ട് നീ എന്തുണ്ടാവും? ഈ മോഹം നിനക്ക് ഉണ്ടാവില്ല. എന്ത് ഞാനാ ചെയ്യണേ, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് ഞാനത് ജയിച്ചു, അങ്ങനെയല്ല ഉണ്ടാവുക. ഭഗവാൻ അനുഗ്രഹിച്ച് ഞാനത് ചെയ്യുന്നു എന്നുള്ള ഒരു അറിവും നിനക്ക് ഉണ്ടാവും അർജുന. അപ്പൊ എന്തുണ്ടാവും? നീയെ സ്വന്തം ആത്മാവിലും പിന്നീട് എന്നിലും ആ ഒരു ദർശനം നിനക്ക് കിട്ടും എന്ന് 35-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നു. ഉത്തരായനും ദക്ഷിണായനും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഉത്തരായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞിരുന്നു, മകരം മുതൽ, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം വരെയുള്ള 6 മാസമാണ് ഉത്തരായന കാലം. ഈ ഉത്തരായന കാലം എന്താണ് ഇത്ര വിശേഷം? അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹൻ ശരശയ്യയില് ഉത്തരായനമാവാൻ കാത്തുകിടന്നത്. സ്വച്ഛന്ത മൃത്യുവാണ് അദ്ദേഹത്തിന്. എന്താണ്? ഈ ഉത്തരായന കാലത്താണ് സൂര്യൻ അത്യുച്ചത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 6 മാസം. സൂര്യൻ പ്രപഞ്ച സത്യമാണ്. ആ സൂര്യന്റെ ആ രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോഴാണ് എല്ലാ നല്ല കാര്യങ്ങൾക്കും ശുഭകാര്യങ്ങൾക്കും നല്ലത്. അതുകൊണ്ടാണല്ലോ വൈശാഖമൊക്കെ ഇപ്പൊ നടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ്? പിന്നെ മിഥുനം കഴിഞ്ഞാൽ ഇടവപ്പാതിയായ മഴ തുടങ്ങിയെന്നാ പറയാ. മിഥുനം വരെ ഉണ്ട് ദക്ഷിണം, എന്താണ് ഉത്തരായന കാലം. മിഥുനം കഴിഞ്ഞ് കർക്കിടകം മുതലാണ് എന്താണ് ദക്ഷിണായന കാലം വരിക. അപ്പൊ മഴക്കാലമായ സൂര്യരശ്മിക്ക് ഭൂമിയിലേക്ക് പതിക്കാൻ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായി? അവിടെയുള്ള നെഗറ്റീവ് ഊർജങ്ങൾ കൂടുതൽ മഴക്കാലത്ത് കൂടും. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം തുടങ്ങിയത്. ഈ നെഗറ്റീവ് ഊർജം കൂടാതിരിക്കാൻ. സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് പതിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഉത്തരായന കാലത്തിന്റെ പ്രത്യേകതയും ദക്ഷിണായന കാലത്തിന്റെ പ്രത്യേകതയും. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കൊട്ടിയൂർ ഉത്സവത്തിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളെ 35-ാമത്തെ ശ്ലോകത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ശുഭദിനം.